രമേശ്, താങ്കളിലേക്ക് തിരികെ വരാം. ഖത്തറിലെ ഒരു പത്രത്തിന്റെ, അൽറായ പത്രത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. ശ്രീ താജ് ആലുവ, ഇത്തരം രമേശ് പറയുന്നത് പോലെ ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? രമേശിനോട് എനിക്ക് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, അത്തരം ഒരു ആശങ്ക പിന്നെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞതല്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോ, മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തപ്പോ അത് ഈ ഖത്തറിലെയും അതുപോലെ തന്നെ പ്രത്യേകം മറ്റു ചില രാജ്യങ്ങളിലെയും പത്രങ്ങൾ എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ് മോദിയെ കുറിച്ചുള്ള ഒരു പേടി നിലവിലുണ്ട് എന്നുള്ളത്. അത് വാസ്തവത്തിൽ പത്രങ്ങൾ അവരുടെ അഭിപ്രായമായിട്ട് പറഞ്ഞതല്ല, ഒരു നിലവിലുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് തന്നെയാണ് അവരാ പറഞ്ഞത്. പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു പേടി എന്നുള്ളത് പിന്നെ പത്രങ്ങളായിട്ട് ഉണ്ടാക്കിയതോ അതല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായക്കാരുണ്ടാക്കിയതോ അല്ല. അദ്ദേഹത്തിന്റെ തന്നെ മുൻകാല പ്രവർത്തനങ്ങൾ, ആ മുൻകാല പ്രവർത്തനങ്ങളിൽ ഒരർത്ഥത്തിലും ഖേദം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ വളരെ പിന്നെ നിസ്സാരമായി അതിനെ തള്ളിക്കളയുകയോ, അദ്ദേഹത്തിന്റെ 2002 ഗുജറാത്ത് കലാപത്തിന്റെ ആ ഒരു റെക്കോർഡിനെ കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതാണ്. പക്ഷെ അതിൽ ഒരർത്ഥത്തിൽ പോലും ഖേദം പ്രകടിപ്പിക്കാൻ സാധിക്കാതിരിക്കുകയും തുടർച്ചയായി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പല കൃത്യമായ അജണ്ടയോടുകൂടി വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കുകയും യുപിയിൽ വളരെ കൃത്യമായ വർഗീയ അജണ്ടയോടുകൂടി അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്ത ഒരു പാർട്ടിയുടെ വിജയിച്ച സ്ഥാനാർത്ഥി, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അതിനെ നിരീക്ഷിക്കുന്ന പത്രപ്രവർത്തകരും അതുപോലെ സാമൂഹിക നിരീക്ഷകരുമായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നിറങ്ങിയ പല പത്രങ്ങളും, വേണ്ട ഖത്തറിലെ പത്രങ്ങൾ വേണ്ട, നമുക്ക് വാഷിംഗ്ടൺ പോസ്റ്റ് നോക്കാം, ന്യൂയോർക്ക് ടൈംസ് നോക്കാം, ഇന്നലെ ഇറങ്ങിയ പിന്നെ മിനിയാന്ന് ഇറങ്ങിയ ഫൈനാൻഷ്യൽ ടൈംസ് നോക്കാം, അതിന്റെയൊക്കെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തകളിൽ ഇത്തരം ആശങ്കകൾക്ക് ഇടം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും എടുത്തു പറഞ്ഞ ഒരു സംഗതി, ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു പാച്ചപ്പിന് അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായവുമായിട്ടുള്ള ഒരു രഞ്ജിപ്പിനോ അവരോടുള്ള ഒരു കൃത്യമായ ഒരു ഒലിവ് ബ്രാഞ്ച് അവർക്ക് നീട്ടുന്നതിന് മോഡി തയ്യാറായിട്ടില്ല എന്നുള്ള സംഗതിയെ മുൻനിർത്തിക്കൊണ്ട് ഒരാശങ്ക ഈ പറഞ്ഞ അർത്ഥത്തിൽ പിന്നെ അറബ് രാജ്യങ്ങളിലെ പത്രങ്ങളും മീഡിയകളും, അൽ ജസീറയുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും വാസ്തവത്തിൽ ഈ പത്രങ്ങളായിട്ടുണ്ടാക്കിയതോ ഈ മീഡിയ തന്നെ സ്വയം തന്നെ ക്രിയേറ്റ് ചെയ്തോ ഒരു സംഗതിയല്ല, നിലവിലുള്ള സാഹചര്യം. തിരിച്ചു വരാം, മറ്റു കാര്യങ്ങളിൽ കൂടെ പോകേണ്ടത്. ജോസഫ് അതിരുങ്കൽ, പ്രവാസികളുടെ ക്ഷേമവുമായി മുൻനിർത്തിയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യുമെന്ന് രമേശ് പറയുന്നുണ്ട്. പ്രവാസി ഭാരതീയ ദിവസ് എന്ന ഒരു പദ്ധതി തന്നെ വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് വന്നത്. പക്ഷേ ആ പ്രവാസി ഭാരതീയ ദിവസിനെ കുറിച്ചുള്ള വിമർശം, പ്രധാനപ്പെട്ട വിമർശം തന്നെ അത് ഗൾഫ് മേഖലയിലെ സാധാരണക്കാരായ പ്രവാസികളെ ശ്രദ്ധിക്കുന്നില്ല, മറിച്ച് ഇരട്ട പൗരത്വമുള്ള, അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റും വസിക്കുന്ന, അവിടെ പൗരത്വമുള്ള, അവിടെ സ്ഥിരതാമസക്കാരായ വൻ വ്യവസായികളെ അല്ലെങ്കിൽ സമ്പന്നരായ ഒരു വർഗത്തെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളാണ് പ്രവാസി ഭാരതീയ ദിവസ് വഴി ഒക്കെ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു സർക്കാർ വരുമ്പോഴും ഇക്കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒട്ടേറെ ആശങ്കകളുടെ നടുവിലാണ് നാം ഇപ്പോൾ. ഒരുപക്ഷെ ഈ പ്രവാസി ഭാരതീയ ദിവസത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്ത്യയുടെ മതേതര ഭാവിക്ക് എന്ത് പറ്റും എന്നുള്ള ഒരു വലിയൊരു ആശങ്കയുടെ നടുവിലാണിപ്പോൾ. എനിക്ക് മുമ്പ് സംസാരിച്ച മിസ്റ്റർ രമേശ് പറഞ്ഞത് പോലെ ഞാൻ കോൺഗ്രസിന്റെ ഏതെങ്കിലും നയത്തെ സംബന്ധിച്ച് പുകഴ്ത്തി സംസാരിക്കാൻ വേണ്ടിയല്ല ഇവിടെ ഇരിക്കുന്നത്. ചില വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയത്തക്ക രീതിയിലുള്ള 2-3 കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ രാജാവിന്റെ ഡൽഹി സന്ദർശനം, ഒരു പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിച്ചത്, ഇതൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യ സൗദി നയതന്ത്ര ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രാദേശികമായ രീതിയിൽ ജോസഫ്, അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി കൂടുതൽ വികസനപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്, പ്രവാസികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രവാസികളുടെ ക്ഷേമപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ പ്രവാസി ഭാരത ദിവസ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് സാധാരണക്കാരായിട്ടുള്ള, ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഗൾഫിൽ വന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രസക്തി ഈ പ്രവാസി ഭാരതീയ ദിവസ് പോലുള്ള സംവിധാനങ്ങൾക്കില്ല. അതിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തുന്ന പല രീതിയിലുള്ള പുരസ്കാരങ്ങളും പലപ്പോഴും
സാധാരണ പ്രവാസി സമൂഹത്തിൽ നിന്നുള്ളവർക്കല്ല എന്നുള്ളത് കൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കുക. രമേശ്, പ്രവാസി ഭാരതീയ ദിവസിനെ കുറിച്ചുള്ള എന്റെ ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി പറയാം. അതോടൊപ്പം തന്നെ സമയക്കുറവ് കൊണ്ട് ഞാനിപ്പോൾ തന്നെ ചോദിക്കുകയാണ്, ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം അല്ലെങ്കിൽ ഫലസ്തീനിന്റെ പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ സമീപനങ്ങൾ, ഇതൊക്കെ ഇന്ത്യയും ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താറുണ്ട്. പുതിയ മോദി സർക്കാരിന്റെ കീഴിൽ ഇത്തരം കാര്യങ്ങളിൽ എന്തായിരിക്കും അതിന്റെ ഭാവി, അതുകൂടി താങ്കൾക്ക് പറയാം. ദിവസ് ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവരികയും അത് പിന്നീട് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത് കഴിഞ്ഞ 10 വർഷം UPA ഗവൺമെന്റ് ആയിരുന്നു. അതിൽ നടത്തിയ വീഴ്ചകളാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ വരാൻ കാരണം. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച ഒരു ആശയപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത UPA ഗവൺമെന്റ്, അതൊന്ന്. അതാണ് പ്രവാസി ഭാരതി ദിവസമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് സംഘടിപ്പിക്കേണ്ട പോലെ സംഘടിപ്പിക്കണം. ഇടതുപക്ഷ സഹയാത്രികൻ അതിനെക്കുറിച്ച് അറിയോ എന്നുള്ള എനിക്കറിയില്ല. കാരണം ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഇതുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോ US ഇറങ്ങിയ പത്രങ്ങളും UK ഇറങ്ങിയ പത്രങ്ങളും ഞാൻ പറഞ്ഞു, 2 പത്രങ്ങൾ ഗൾഫ് ന്യൂസും ഖലീജ് ടൈംസും, ഇതിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ആശങ്കകളും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എവിടെയാ കണ്ടതെന്ന് എനിക്കറിയില്ല. ഖത്തറിലെ ഭരണാധികാരി അദ്ദേഹത്തിനെ ഡയറക്റ്റ് വിളിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുക വരെ ചെയ്തതാണ്. അവർക്കും ആശങ്കകളൊന്നുമില്ല. ചില മാധ്യമങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാവും, പിന്നെ ഈ ഇടതുപക്ഷ സഹയാത്രികളെ പോലുള്ള ചിലവർക്ക് ആശങ്കകൾ ഉണ്ടാവും, ഭയങ്കര വലിയ ആശങ്കകൾ ഉണ്ടാവും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, എനിക്കറിയാം സമയക്കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാതിരിക്കാൻ പറയാം. UP ഭാരതീയ ജനതാ പാർട്ടി ജയിച്ച 72 സീറ്റുകളിൽ 23 സീറ്റുകളിൽ 40% ഇവർ പറയുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നതാണ്. അവിടെയൊക്കെ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചിരിക്കുന്നത് 2.5 ലക്ഷം തൊട്ട് 3.5 ലക്ഷം വോട്ടുകൾക്കാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന എല്ലാ കമ്മ്യൂണിറ്റിക്കും, ഇവർ പറയുന്ന കമ്മ്യൂണിറ്റിയും 50% ആ കമ്മ്യൂണിറ്റി ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് 2.5 ലക്ഷം തൊട്ട് 3.5 ലക്ഷം വരെ വോട്ടുകൾക്ക് ഭാരതീയ ജനതാ പാർട്ടി UPയിൽ പല മണ്ഡലങ്ങളിലും വിജയിച്ച്, പല മണ്ഡലങ്ങളിലുമല്ല, അവിടെ ഭൂരിപക്ഷം മുസ്ലിം സമുദായക്കാരുള്ള എല്ലാ മണ്ഡലങ്ങളിലും ജയിച്ചിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. പിന്നെ അവിടെ മുസഫർ കലാപം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. കാരണം അവിടെ ഭരിക്കുന്നത് SP ആണ്. കേന്ദ്രം ആ സമയത്ത് ഭരിച്ചിരുന്നത് UPA ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം, താങ്കൾ ചോദിച്ച കാര്യത്തില്. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം അവരുടേതായ രീതിയിലുള്ള ഒരു പ്രശ്നമാണ്. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായുള്ള ബന്ധവും പരമപ്രധാനമാണ്. പാലസ്തീനെ പോലെ അവരുടേതായ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരാളെയും അവഗണിച്ചുകൊണ്ട് ആരെയെങ്കിലും മാറ്റി നിർത്തിക്കൊണ്ടല്ല നമ്മുടെ വിദേശ നയമുള്ളത്. വിദേശ നയം എന്ന് പറയുന്നത് ഒരു മന്ത്രിസഭ വരുമ്പോൾ തീരെ ദുർബലമായി ഒന്നുമല്ലാതാക്കി തീർക്കുന്നു എന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. കാരണം പാലസ്തീനിലെ ജനങ്ങൾക്ക് അവരുടെ അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന കൊടുക്കുക തന്നെ വേണം, അത് കൊടുക്കുക തന്നെ ചെയ്യും. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അതുകൊണ്ട് മോശമാക്കണമെന്ന് ഒരു കാരണവശാലും അർത്ഥമില്ല. കാരണം നമ്മൾക്കറിയാം ചെറിയ പ്രസ്ഥാനങ്ങൾ നിലനിന്ന സമയത്ത് തന്നെ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തന്നെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. രമേശ്, ക്ഷമിക്കണം, സമയക്കുറവ് മൂലം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ്. ചർച്ചയിൽ പങ്കെടുത്ത മറ്റ് അതിഥികളോടും ഒരു ചോദ്യം മാത്രമേ ചോദിക്കാൻ കഴിയൂ. അതിന് ഞാൻ ക്ഷമാപണം ചോദിക്കുകയാണ്. ജോസഫ് അതിരുങ്കൽ, ശ്രീ താജ് ആലുവ, TR രമേശ്, K. രജിമോൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് മീഡിയ പൂർണ്ണമാകുന്നു.